നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. നമ്മൾ സൂര്യപ്രകാശത്തിനെ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്സിൽ കൂടി കടത്തി വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തൊരു പേപ്പർ വെച്ചാൽ അത് കത്താറില്ലേ? ആ സ്കാറ്റേഡായി കിടക്കുന്ന എനർജീനെ നമ്മൾ ഫോക്കസ് ചെയ്യിപ്പിച്ചപ്പോഴാണ് ആ ഫയർ വന്നതല്ലേ? ഇതേപോലെ നമ്മളുടെ ചിന്തകൾക്ക് ഫോക്കസ് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ലേസർ ഫയർ പോലെ അതിനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ സ്കാറ്റേഡായി കിടക്കാൻ പാടില്ല. നമുക്ക് കൃത്യമായ ഒരു ഫോക്കസിലൂടെ പോകുകയാണെങ്കിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യം ആണ് നിങ്ങളുടെ ആദ്യം ഇമാജിനേഷനിലാണല്ലോ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ വരിക. എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യണം, എല്ലാം നമ്മുടെ ഇമാജിനേഷനിലാണ് ആദ്യം ഉണ്ടാവുക. ആ ചിന്തകളെ കറക്റ്റായിട്ട് എടുത്തുനിന്ന് ഫോക്കസ് ചെയ്ത് നോക്കി നിങ്ങളും ഒരു ലേസർ ഫയർ പോലെ അതിനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തിയെ, ആ ഒരു പവറിനെ നമ്മൾ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും കഴിയില്ല എന്ന ചിന്ത, ഈ ചന്ദ്രൻ ചിലപ്പോൾ എനർജി കുറഞ്ഞു നിൽക്കുന്ന ചില ജാതകങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരാവശ്യവുമില്ലാതെ നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യണ്ട. നമുക്കത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളിലാണ് പ്രശ്നം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരുത്തി നോക്കൂ, ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കത് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും.